ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ വ്യോമാക്രമണങ്ങൾ കഴിഞ്ഞ 2 ദിവസമായി അതീവ ഗുരുതരമായി തുടരുന്നു. മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുണ്ടായ ഈ ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും 15ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗൾഫ് മേഖലയിലെ പ്രധാന നഗരങ്ങളും തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും ആക്രമണത്തിന് വിധേയമായി. UAE-യിൽ വൻ നഷ്ടം. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഏറ്റവും കൂടുതൽ ആക്രമണം നേരിട്ട രാജ്യങ്ങളിൽ ഒന്നാണ്. 2 ദിവസത്തിനിടെ 167 മിസൈലുകളും 541 ഡ്രോണുകളും UAE ലക്ഷ്യമിട്ടതായി അധികൃതർ അറിയിച്ചു. ഇതിൽ 10 മിസൈലുകളും 311 ഡ്രോണുകളും പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെങ്കിലും 21 ഡ്രോണുകൾ ജനവാസ മേഖലകളിൽ പതിച്ചു. ദുബായിലെ പ്രധാന ആകർഷണമായ ബുർജ് അൽ അറബ് ഹോട്ടലിൽ ഡ്രോണിന്റെ ഭാഗങ്ങൾ പതിച്ച് തീപിടുത്തമുണ്ടായെങ്കിലും ഉടൻ അണച്ചു. ജബൽ അലി തുറമുഖം മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് കപ്പലുകൾക്ക് കേടുപാടുണ്ടായി. ദുബായ് രാജ്യാന്തര വിമാനത്താവളം സമീപത്തും ആക്രമണം ഉണ്ടായി. എമിറേറ്റ്സ് വിമാന കമ്പനി ടെർമിനലിന് സമീപമാണ് മിസൈൽ ഭാഗങ്ങൾ പതിച്ചത്. അബുദാബിയിലെ ഇത്തിഹാദ് ടവേഴ്സ് അടക്കമുള്ള കെട്ടിടങ്ങളിലും ആക്രമണം റിപ്പോർട്ട് ചെയ്തു. UAE-യിൽ ഇതുവരെ മരിച്ചവരിൽ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ സ്വദേശികളും ഉൾപ്പെടുന്നു. ഇന്ത്യക്കാർ ഉൾപ്പെടുന്നില്ല. ഇന്ത്യക്കാർ ഉൾപ്പെടെ 58 പേർക്ക് പരിക്കേറ്റു. ഒമാൻ, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലും ആക്രമണം. ഒമാനിലെ ഗസബ് തുറമുഖത്തിന് സമീപം എണ്ണക്കപ്പലിനെ ലക്ഷ്യമിട്ട ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 15 ഇന്ത്യക്കാരും 5 ഇറാൻ പൗരന്മാരും ഉൾപ്പെടെയുള്ള ജീവനക്കാരെ രക്ഷപ്പെടുത്തി. ബഹ്റൈനിൽ വിമാനത്താവളവും ക്രൗൺ പ്ലാസ ഹോട്ടലും ആക്രമണത്തിന് വിധേയമായി. US സൈനിക താവളത്തിന് സമീപമുള്ള പ്രദേശങ്ങളിൽ താമസിച്ചിരുന്നവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. കുവൈത്ത് നേരെ 97 മിസൈലുകളും 283 ഡ്രോണുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടന്നത്. 32 പേർ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു. സൗദിയും ഖത്തറും ലക്ഷ്യം. സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദ് പലവട്ടം ആക്രമിക്കപ്പെട്ടു. ഖത്തറുടെ തലസ്ഥാനമായ ദോഹയിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ മിസൈൽ പ്രതിരോധത്തിനിടെ തീപിടുത്തമുണ്ടായി. ഇവിടെ പരിക്കേറ്റ 16 പേരിൽ ഒരു മലയാളിയും ഉൾപ്പെടുന്നു. ആകെ അവസ്ഥ ഗൾഫ് മേഖലയിലാകെ ഇതുവരെ കുറഞ്ഞത് 5 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, ഹോട്ടലുകൾ, സൈനിക കേന്ദ്രങ്ങൾ എന്നിവയെ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ മേഖലയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ആക്രമണങ്ങൾ പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ വഷളാക്കുകയും ആഗോള വ്യാപാരത്തെയും ബാധിക്കാനുള്ള സാധ്യത ഉയർത്തുകയും ചെയ്തിരിക്കുകയാണ്.